കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട 2 ഇമേജുകൾ ഓപ്പൺ ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ 2 ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരു ചെറിയ അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലൂ ആൻഡ് ഗ്രീൻ കമ്പൈൻഡ് സ്ക്രീൻ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. കർസർ പതിയെ മുന്നോട്ട് നീക്കിക്കൊണ്ട് സ്ക്രീൻ മുഴുവനായും ഗ്രീൻ കളർ മാത്രമായി വരുന്ന പോയിന്റിൽ നിർത്തുക. ആദ്യത്തെ ഈ ഇമേജ് അവസാനിക്കേണ്ട പോയിന്റാണിത്. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ട്രിം റൈറ്റ് കൊടുക്കുക. രണ്ടാമത്തെ ഇമേജ് ലെയറിന്റെ എൻഡിംഗ് ടെംപ്ലേറ്റ് ലെയറിന്റെ എൻഡിങ്ങിന് സമമായി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത് ബ്ലൂ കളർ തന്നെയാണ് എന്നതുകൊണ്ട് ടെംപ്ലേറ്റിൽ നിന്നുള്ള ബ്ലൂ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് കൊടുക്കുക. ഇവിടെ വരേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് കൊടുക്കുക. ഇവിടെ വരേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റ് ലെയറിന് സമാനമായ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. ഈ 2 കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ ഈ രീതിയിൽ ഇല്ലാതെയാക്കുക. പേജുകൾ എഫക്റ്റിന്റെ ഷാഡോ ഭാഗത്ത് വരുന്ന ഗ്രീൻ ഷെയ്ഡ് അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.